ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഈ ജനാധിപത്യ രാജ്യത്തിൽ പൗരത്വ ബില്ലിനെ കുറിച്ച് ഒരു ആശങ്ക വന്നപ്പോ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞത് ഒട്ടും ആശങ്കപ്പെടേണ്ട, നിങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഞങ്ങൾ ആ തെറ്റിദ്ധാരണ തിരുത്തുവാനായി പൊതുയോഗങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുന്നു. നമുക്ക് വിശ്വസിക്കാത്ത തരമില്ല. ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പറയുന്നത്. ആർക്കെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ആ ആശങ്ക അകറ്റാൻ ഞങ്ങൾ ഇതാ നാട്ടിലെമ്പാടും പ്രകടനങ്ങളും യോഗങ്ങളും നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കൂടി കേൾക്കണം. ഞാൻ അവർ പറയുന്ന 3 കാര്യമാണ് കേട്ടത്. ഒന്ന്, ആശങ്ക അകറ്റാനായി നടത്തപ്പെട്ട ഒരു പൊതുയോഗത്തിന് മുന്നായി നടന്ന പ്രകടനം. ആ പ്രകടനത്തിലെ മുദ്രാവാക്യം ഞാനൊന്ന് കേൾപ്പിക്കാം. അതിതാണ്: മുക്കിന് മുക്കിന് ചെറ്റകൾ കെട്ടി, ചെറ്റകളെല്ലാം പള്ളികളാക്കി, പള്ളികൾ ആയുധ ശേഖരമാക്കി, നാട് മുടിക്കാൻ നോക്കുന്നവര് ഓർത്തു കളിച്ചോ സൂക്ഷിച്ചു. ഒന്നാമത്തെ ആശങ്ക തീർന്നല്ലോ. ആർക്കെങ്കിലും പൗരത്വ ബില്ലിനെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മുദ്രാവാക്യം അതാണ്. ജനാധിപത്യ രാജ്യമാണല്ലോ, വീണ്ടും പറയുന്നത് കേൾക്കണമല്ലോ. രണ്ടാമതൊരാൾ പറഞ്ഞത് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത്, ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ച ആൾ പറഞ്ഞത് അമിത്ഷായ്ക്കെതിരെ മോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നവനെ പച്ച ജീവനത്തോടെ കത്തിക്കും. ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരി വർഗമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഏതെങ്കിലും നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കും എന്നേ പറയാൻ കഴിയൂ. മൂന്നാമത്തെ മുദ്രാവാക്യം, മൂന്നാമത്തെ മുന്നറിയിപ്പ് കുറച്ചുകൂടി ഗൗരവതരമാണ്. ആ മൂന്നാമത്തെ മുന്നറിയിപ്പ് പറയുകയാണ്: ഓർമ്മയുണ്ടോ ഗുജറാത്ത്? അതാണ് ചോദ്യം. ആശങ്ക അകറ്റുവാൻ വേണ്ടി ചോദിച്ച മൂന്നാമത്തെ ചോദ്യമാണ് ഓർമ്മയുണ്ടോ ഗുജറാത്ത്? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അങ്ങേയറ്റത്തെ വർഗീയ ഭ്രാന്ത് മുടുത്ത് നിങ്ങൾ അലറി വിളിച്ചെത്തിയ ഗുജറാത്തിന്റെ ഇരുണ്ട ഗലികളിലേക്ക് നിങ്ങൾ അലറി വിളിച്ചെത്തിയ രാവുകൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന തൃശൂലത്തിന്റെ കുന്തമുനകൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ കുന്തമുനകളും നിറഗർഭിണിയുടെ വയറ്റിലേക്ക് പായപ്പെടുന്ന ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനിയും ജനിച്ച് ഇന്ത്യയെ കണ്ട് ഇന്ത്യയുടെ ബഹുസ്വരത ആർജിക്കുവാൻ പോലും ഗതിയില്ലാതെ പിടഞ്ഞു വീണ് ശൂലത്തിൽ കുരുത്തെടുക്കപ്പെട്ട ഭ്രൂണങ്ങളെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം ഓർമ്മയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. അതല്ല ഇന്ത്യയുടെ ചരിത്രം. അങ്ങനെയുള്ള കുറേയേറെ ഓർമ്മകളുണ്ടോ എന്ന് ചോദിച്ച ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികളെ എങ്ങനെയാണ് ചരിത്രം ശിക്ഷ വിധിച്ചത് എന്നുള്ളത് എത്രയോ ഉദാഹരണം നിങ്ങളോട് പറയാൻ സാധിക്കും. പക്ഷെ നിങ്ങളോട് ചരിത്രം പറയുക എന്നത്, നിങ്ങൾക്ക് ചരിത്രം അറിയുക എന്നത് ഈ നെയ്യപ്പത്തിൽ നെയ്യ് പോലെ, വെള്ളിക്കോലിൽ വെള്ളി പോലെ നിങ്ങൾക്കില്ലാത്ത ഒരു സാധനമായതുകൊണ്ട് എങ്ങനെയാണത് പറയേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സംഘപരിവാര ശാഖകൾ പൊതുയോഗങ്ങൾ കേൾക്കുന്ന 2 പേരുകളിൽ ആദ്യത്തെ പേര് മോദി അല്ല. ആദ്യത്തെ പേര് അമിത്ഷായാണ്, രണ്ടാമതാണ് ഇപ്പോൾ മോദി. അങ്ങനെയാണ് RSS ചരിത്രം നിർമ്മിക്കുന്നത്. എങ്ങനെയാണ്? വാജ്പേയിയും അദ്വാനിയും. അപ്പൊ നമ്മൾ പറയും വാജ്പേയി പാവപ്പെട്ടവൻ, അദ്വാനിയാണ് ഭീകരൻ. കുറച്ചു കഴിയുമ്പോൾ വാജ്പേയി മാറുന്നു, പിന്നെ അങ്ങോട്ട് വരികയാണ് മോദി. അപ്പൊ നമ്മൾ പറഞ്ഞു അയ്യോ അദ്വാനി എന്ത് തങ്കപ്പെട്ട മനുഷ്യനാ, ഈ മോദിയല്ലേ ഭയങ്കരൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ മോദിക്ക് മുന്നായി അമിത്ഷാ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ, ഞാൻ ഇവിടെ നിന്ന് വർത്തമാനം പറയുകയാണ്, 5 വർഷം കഴിഞ്ഞാൽ മോദിയും ചരിത്രത്തിന്റെ വിസ്മൃതിയാകും, അമിത്ഷാ വരും, മോദി മായും. അപ്പൊ നിങ്ങൾ ആശ്വസിക്കും, ഇല്ല അടുത്തയാൾ രംഗത്തെത്തി കഴിഞ്ഞു. അയാളുടെ പേരാണ് യോഗി ആദിത്യനാഥ്. എങ്ങനെയാണ് നാഗ്പൂരിലെ RSSന്റെ പരീക്ഷണശാലകളിൽ ഇന്ത്യയെ വർഗീയവൽക്കരിക്കുവാനുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് നിങ്ങൾ നന്നായി ചിന്തിച്ചു കൊള്ളണം. ഈ ബില്ലും ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഉത്സാഹവും ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റയടിക്ക് നാട് കടത്താനാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല. അവർ വല്ലാതെ ആശങ്കപ്പെടുന്നത്, അവരെ വല്ലാതെ അസ്ഥിരപ്പെടുത്തുന്നത്, അവരെ വല്ലാതെ ഭയചകിതരാക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. സെക്യുലറായ, മതേതരമായ, സോഷ്യലിസ്റ്റായ ഒരു സോവറിൻ റിപ്പബ്ലിക്കാണ് അവർ നന്നായി ഭയപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ, ബിർള മന്ദിറിൽ നിന്നും ഗാന്ധിജിയുടെ സ്മൃതി ഇങ്ങനെ നിരന്തരം ഉയരുന്ന ബിർള മന്ദിറിൽ നിന്നും ജനിച്ച് 150 വർഷം കഴിഞ്ഞ, മരിച്ച് 1062 വർഷം കഴിഞ്ഞ ഒരു മനുഷ്യന്റെ അന്തിമ ചിത്രങ്ങൾ, മരണത്തിന്റെ അന്തിമ ചിത്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു.
ജനിച്ച് 180 വർഷം പഴക്കമുള്ള 49 കിലോ തൂക്കമുള്ള ഒരൊറ്റ മുണ്ട് മാത്രം ധരിക്കുന്ന ഒരു ഊന്നുവടിയിൽ സഞ്ചരിക്കുന്ന സബ്കോ സമ്മതി ദേ ഭഗവാൻ എന്ന് മാത്രം പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും സനാതനിയായ ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ ഭയക്കുന്നത് ഹൈന്ദവതയുടെ അപ്പോസ്തലന്മാരായ RSS ആണ് എന്നുള്ളത് ഈ നാട്ടിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോണം. കാരണം ഇപ്പോ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞാൽ നാളെ ആർക്കെതിരെയാണ് വരുന്നത് എന്നറിയാൻ ഈ ഒരു ഒറ്റ ഉദാഹരണം മതി. ഗാന്ധിജി ചെയ്ത തെറ്റെന്താണ്? ഒറ്റ കാര്യം ഗാന്ധിജി പറഞ്ഞുള്ളൂ, ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ. അതാ പ്രശ്നം. ഈശ്വരനെ മാത്രം പറഞ്ഞെന്നൊക്കെ കുഴപ്പമില്ല, ഈശ്വരനെയും അള്ളാവിനെയും ഒരുമിച്ച് പറഞ്ഞു. അതാ പ്രശ്നം. നിങ്ങൾ നോക്കൂ, രാമൻ എന്ന് പറയുന്ന ഒരാൾ ത്രേതായുഗത്തിൽ ഹൈന്ദവാചാരം അനുസരിച്ച് യുഗങ്ങൾ 4ആണ്. കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. ഒരു യുഗം 4200 വർഷമാണ്. ത്രേതായുഗത്തിൽ എങ്ങോ ജീവിച്ചിരുന്ന ഒരു രാജാവാണ് രാമൻ. ആ രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. ഇങ്ങനെ വനത്തിൽ 12 വർഷം വനവാസത്തിൽ കഴിയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നിന്നും ഭരതനും ശത്രുഘ്നോട് ചെന്നാൽ രാമൻ ആദ്യം ചോദിക്കുന്നത് ലോകായുധന്മാർക്ക് സുഖമാണോ, ചാർവാകന്മാർക്ക് സുഖമാണോ എന്നാണ്. ലോകായുധന്മാർ ആരാണെന്ന് അറിയാമോ? പരിഷ്കരിച്ചാൽ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ. ചാർവാകന്മാരാണെന്ന് അറിയാമോ? പരിഷ്കരിച്ചാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ, ഭൗതികവാദികൾ. അവർക്ക് സുഖമാണോ എന്ന് ചോദിച്ച മര്യാദാ പുരുഷോത്തമനായ രാമന്റെ പേര് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലുമുള്ള ഒരു ഗലിയിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുയരുമ്പോൾ ഏറ്റവും ആദ്യം ആശങ്കാകുലരാകുന്നത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളാണെന്നും രണ്ടാമതായി ഭയപ്പെടുന്നത് ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളാണെന്നുമുള്ളത് വർത്തമാനകാലത്ത് RSS മുന്നോട്ട് വെക്കുന്ന ആസുരമായ രാഷ്ട്രീയത്തിന്റെ പിൻപറ്റുകൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഗാന്ധിജിയെ വല്ലാതെ ഭയപ്പെടുകയാണ്. അതിനായിട്ട് കുറെ സമ്മതികൾ നിർമ്മിച്ചെടുക്കും. എങ്ങനെയാണ് സമ്മതി നിർമ്മിച്ചെടുക്കുന്നത്? നന്നായിട്ട് കേട്ടുള്ളൂ. നോട്ട് നിരോധിക്കുന്നു. നോട്ട് നിരോധിക്കുമ്പോൾ പറയും, നാട്ടിൽ പൊതു പന്തിയിൽ പറയും, നമുക്ക് ഇന്ത്യ ഡിജിറ്റൽ ആവണം, നമുക്ക് കള്ളപ്പണം പിടിക്കണം, നാട്ടിൽ അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ കാഞ്ഞിരത്തുമൂട്ടിൽ വന്നിട്ട് ഈ പറയുന്ന ആളിന്റെ പാർട്ടിക്കാരൻ പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തിനാ നോട്ട് നിരോധിക്കുന്നത്? പാകിസ്ഥാനിലും കള്ളപ്പണം വരികയല്ലേ, കണ്ടെയ്നറിലല്ലേ നോട്ട് വരുന്നത്? ആ നോട്ട് വരുന്നത് കാഞ്ഞിരത്തുമൂട്ടിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ചാരമൂട്ടി വന്ന് ഇറക്കിയതിന്റെ ശേഷം കാഞ്ഞിരത്തുമൂട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ മുസ്ലിങ്ങൾ നാട്ടിലെല്ലാം വസ്തു വാങ്ങിക്കൂട്ടുന്നത്. അതുകൊണ്ട് അവന്മാരെ ശരിയാക്കാനാണ് നോട്ട് നിരോധനം. രഹസ്യമായിട്ട് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നാത്ത പാവപ്പെട്ടവനുണ്ടോ? എങ്ങനെയാണ് രാജ്യത്തെ വല്ലാതെ പിന്നോട്ടടിച്ച നോട്ട് നിരോധനത്തെ തങ്ങളുടെ വർഗീയ അജണ്ടയ്ക്ക് RSS താവളമാക്കുന്നത് എന്ന് ഇതിനേക്കാൾ നല്ലതുപോലെ എങ്ങനെയാണ് പറയാൻ കഴിയുക? RSSന്റെ വിഷമം വയ്ക്കുന്ന വക്താക്കൾ നിങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ വന്നു എന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതെന്താണെന്നറിയോ? അതും കൂടെ കേട്ടോണം. എങ്ങനെയാണ് ഈ അരങ്ങൊരുക്കുന്നത് എന്നറിയാൻ. കാരണം നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വേണം ഇവർക്കെതിരെ പോരാടാൻ. ശത്രുവിന്റെ കരുത്ത് എന്താണെന്നും ശത്രുവിന്റെ ദൗർബല്യം എന്താണെന്നും പറഞ്ഞാണ് നമ്മൾ യുദ്ധമുറ നിശ്ചയിക്കുന്നത്. KP ശശികലയെ പോലെയുള്ളവർ പൊതുസമ്മേളനത്തിൽ വന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തുകൊണ്ടാണ് മത ന്യൂനപക്ഷ വിരുദ്ധരായി കാണുന്നത്? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ലേ? 135 കോടി ജനങ്ങൾ ഉള്ള രാജ്യത്ത് മുസ്ലിങ്ങൾ കുറെ ഉണ്ട്. അവർ മുസ്ലിങ്ങളെ അതിജീവിക്കാൻ ഒരു പുതിയ പണി അവർ പയറ്റി വരികയാണ്. ആ പണി എന്താ? ആ പണി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ 5 കുട്ടികളെ പ്രസവിക്കാൻ തീരുമാനിച്ചു. ഹിന്ദുക്കളെല്ലാം 1 അല്ലെങ്കിൽ 2. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായി മാറും. കേട്ട ആർക്കായാലും ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഇവർ പറയുന്നത് ശരിയാണോ തോന്നില്ലേ? അപ്പോ പണ്ട് കണക്ക് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് ബിരുദം നേടിയ ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ കണക്ക് ശാസ്ത്രം പരിശോധിച്ചു. ഇന്ത്യയിൽ 135 കോടിയാണ് ജനസംഖ്യ. അതിൽ 18.5 കോടിയാണ് മുസ്ലിങ്ങൾ. പ്രസവിക്കാൻ സാധ്യതയുള്ള സ്ത്രീകളുടെ എണ്ണം 4.8 കോടിയാണ്. അങ്ങനെ 4.8 കോടി സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ 5 കുട്ടികളെ വെച്ച് പ്രസവിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഹിന്ദുവിന്റെ എണ്ണത്തെ മറികടക്കണമെങ്കിൽ 476 വർഷം വേണ്ടി വരും. ഈ കണക്കാരെങ്കിലും നോക്കുമോ? ഇങ്ങനെ കൃത്യമായി കൊച്ചു വർത്തമാനം പറച്ചിലുകളിലൂടെ വളരെ വിദഗ്ധമായിട്ട് അതിതീവ്രമായിട്ട് ഒരു ദേശീയതയെ ഇങ്ങനെ ഉയർത്തിരിച്ചു വന്ന് അത് ഹിന്ദുവിനെ അനുകൂലമാക്കിയും മുസ്ലിം വിരുദ്ധമാക്കിയും സ്ഥാപിച്ചെടുക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ നാടറിയില്ല. അതാ പ്രശ്നം. നിങ്ങൾക്ക് ഈ നാട്ടിന്റെ ജനാധിപത്യ ബോധം അറിയില്ല. നിങ്ങൾക്ക് ഈ നാടിന്റെ മാനവികത അറിയില്ല. നിങ്ങൾക്ക് ഈ നാടിന്റെ സംസ്കാരം അറിയില്ല. ഈ നാട് എങ്ങനെയുള്ള നാടാ? കഴിഞ്ഞ ദിവസമാണല്ലോ യേശുദാസ് 80ാം പിറന്നാൾ ആഘോഷിച്ചത്. യേശുദാസ് എന്ന് പറഞ്ഞ റോമൻ കത്തോലിക്ക് പാടിയത് മൂകാംബികയുടെ ക്ഷേത്ര നടയിലാണ്. മൂകാംബികയുടെ ക്ഷേത്ര നടയിൽ യേശുദാസ് മനോഹരമായി പാട്ട് ആലപിക്കുമ്പോൾ ആ മൈക്കിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇരിക്കുന്നു, ജബ്ബാർ സൗണ്ട്.
ഒരു പ്രശ്നവുമില്ല. ഏറ്റവും സനാതനയായ ഹിന്ദു ദേവിയുടെ മുഖമണ്ഡപത്തിലിരുന്ന് ക്രിസ്ത്യാനിയായ റോമൻ കത്തോലിക്കായ യേശുദാസ് പാടുമ്പോൾ ആ പട്ടും ആലോകരെയെല്ലാം കേൾപ്പിക്കുന്നത് ജബ്ബാറിന്റെ മൈക്കാണ് സുഹൃത്തുക്കളെ. അവിടെ വെച്ചാണ് നിങ്ങൾ ഇന്ത്യയിലെ ഈ സവർണ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ വർത്തമാനം പറയുന്നത്. നിങ്ങൾക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്കറിയില്ലേ? ഈ കേരളത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഹിന്ദു ഭക്തിഗാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നവർ പറയും ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും എന്നാണ്. നല്ല പാട്ടാണ്. ആ പാട്ട് എഴുതിയത് ഒന്നാമത്തെ ഒരു നിരീശ്വരവാദിയ, പേര് വയലാർ. ആശാൻ ഉദയ സ്റ്റുഡിയോയിൽ പോയി ശബരിമലയിലും കല്ല്, ശക്തി സ്ഥലത്തും കല്ല്, കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരനെ മറക്കരുത് എന്ന പാട്ട് എഴുതിയിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, കുട്ട എനിക്ക് ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ നല്ലൊരു പാട്ട് എഴുതിത്തരാം. അപ്പോഴേ എഴുതി കൊടുത്തു നിരീശ്വരവാദിയായ വയലാർ. എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇടയ്ക്കിടയ്ക്ക് തള്ള പാടുന്ന കേൾക്കാം. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഉരുകുന്ന കർപ്പൂരമായി, പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഞാൻ പറഞ്ഞു ഇനി ഈ പാട്ട് പാടി RS അടിച്ച് തലപൊട്ടിക്കും. കാരണം ആ പാട്ട് എഴുതിയത് 5 നേരവും നിസ്കരിക്കുന്ന നിസ്കാര തഴമ്പുള്ള യൂസുഫ് അലി കേച്ചേരി എന്ന് പറയുന്ന മനുഷ്യനാണ്. നിങ്ങൾ ഈ നാട്ടിൽ വന്നാണ് ഈ മതേതരത്വത്തിനെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുവാൻ ഇന്ത്യ രാജ്യത്തെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ പരിശോധിക്കും. നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇന്ത്യ ബഹുസ്വരമായ ഒരു രാജ്യമാണ്. ആ ബഹുസ്വരമായ രാജ്യത്തെ താൽക്കാലികമായി നിങ്ങൾക്ക് വികാരങ്ങൾ ഉത്തേജിപ്പിച്ച് പോകാൻ കഴിയുമെങ്കിലും ചരിത്രം നിങ്ങളെ അനിവാര്യമായ ഒരു തകർച്ചയിലേക്ക് തള്ളിവിടും. നിങ്ങളുടെ ഒന്നാമത്തെ ഏറ്റവും മാതൃകാ പുരുഷോത്തമൻ ആരാണ്? മിസ്റ്റർ മോദി. അത് ഹിറ്റ്ലറാണ്. 1938 ഹിറ്റ്ലർ ജർമ്മനിയിൽ അന്ന് ഇതുപോലെ 3-4 ഭൂരിപക്ഷവുമായി ജർമ്മനി ഭരിക്കുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ഇനി രാജ്യത്തെ വായനശാലകളെല്ലാം അടച്ചുപൂട്ടിക്കൊള്ളൂ, ഇനി ഞാൻ പറയുന്ന പുസ്തകങ്ങൾ അവർ വായിച്ചാൽ മതി. 2020 മോദിയുടെ ഭരണകൂടം ഏറ്റവും ആദ്യം അടിച്ചു തകർക്കുന്നത് വായനശാലകളാണ്. ഏറ്റവും ആദ്യം അടിച്ചു തകർക്കുന്നത് ചിന്തിക്കാൻ തലയുള്ള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ തലച്ചോറാണ്. എങ്ങനെയാണ് ചരിത്രം ആവർത്തിക്കുന്നത്? അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സമ്മതിക്കാൻ ഹിറ്റ്ലർ ഞാൻ റേഡിയോയിലൂടെ സംപ്രേഷണം തുടങ്ങുന്നു. 1938 2018 മോദിയും പറയുന്നു മൻ കി ബാത്, ഹൃദയത്തോടെ സംസാരിക്കാം. 1935 റെനേബർഗിൽ വെച്ച് CAA പൗരത്വ ബിൽ ഹിറ്റ്ലർ അവതരിപ്പിക്കുന്നത്. ആണ്ട് 10 കഴിഞ്ഞപ്പോ അതേ റെനേബർഗിൽ ഇതുപോലെ ഒരു വിളക്ക് കാലിൽ ആരോരുമില്ലാതെ തൂങ്ങി ആടിയ ജഡത്തിന്റെ ഉടമയുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നായിരുന്നു എന്ന് ചരിത്രം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ചരിത്രം കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ഥിതിഗതികളോട് ചേർത്ത് വെച്ച് വായിക്കണം. ഇന്ത്യ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ആ മിനിമം ഗ്യാരണ്ടി എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഏതൊരാളും ഇപ്പോ നമ്മുടെയൊക്കെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഓർമ്മയില്ലേ? ഒരു ഹിന്ദുവായ കുട്ടി ആഗ്രഹിക്കുന്ന മുസ്ലിമായ കുട്ടിയുടെ സുഹൃത്താവണമെന്നാണ്. കാരണം അപ്പൊ വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും വീട്ടിൽ പോവാം, ഇച്ചിരി മല്ല് കൂട്ടി അരച്ച പോത്തുകറിയും അതിശയ പത്തിരിയും കഴിക്കാം. മുസ്ലിം ചക്കൻ വിചാരിക്കുന്നത് ഹിന്ദു ചക്കനെ വേണം. അപ്പോ പിന്നെ ഓണത്തിന് പോവാം, വിഷുവിന് പോവാം, ഉത്സവത്തിന് പോവാം. 11 മണിക്കാണ് ഇന്റർവെല്ലിന് ബെല്ലടിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ഉച്ചത്തിൽ വേറൊരു ബെല്ലടി കേൾക്കും. അത് ഐസ് മുട്ടായിക്കാരന്റെ ബെല്ലടിയാണ്. നമ്മളെല്ലാവരും കൂടി ഓടും. 25 പൈസയാണ് ഐസ് മുട്ടായിക്ക്. ഒരുത്തന്റെയും കയ്യിൽ 25 പൈസ തികച്ചെടുക്കാൻ കാണത്തില്ല. ഒരാൾ 5 പൈസ 10 പൈസ 2 പൈസ എടുത്ത് പിരിവിട്ട് ഐസ് വാങ്ങിക്കും. ആ ഐസിൽ എല്ലാവരും ഒന്ന് കടിക്കും. കടിക്കുന്നവൻ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, പട്ടികജാതിയാണോ, പട്ടികവർഗമാണോ, ക്രിസ്ത്യാനിയാണോ, നമ്മളാരും തിരക്കാറില്ലായിരുന്നു. അതാണ് ഈ നാട്. ആ നാടിന്റെ മതേതര പാരമ്പര്യ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നിങ്ങൾക്കിപ്പുറം കർമ്മം കൊണ്ടല്ലാതെ ജന്മം കൊണ്ട് മറ്റൊരു സമുദായത്തിൽ ജനിക്കേണ്ടി വന്നു എങ്കിൽ പോലും നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് അരയും തലയും ഇതുപോലെയുള്ള വർഗീയവാദികൾ മുറുക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ ആയുധവുമായ അലറി വിളിച്ചെത്തുമ്പോൾ, ഈ രാജ്യത്ത് നിങ്ങളുടെ സഹോദരന്മാരായി ജന്മം കൊണ്ട് ജയിക്കാൻ കഴിയാതെ പോയ ഞാനടക്കമുള്ള കോടിക്കണക്കായ സഹോദരങ്ങളുണ്ട്. അവരുടെ ഇടനെഞ്ചിലെ അവസാനത്തെ ശ്വാസവും നിലച്ചു കഴിഞ്ഞ് അത് നിലച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഒരു വർഗീയവാദിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയൂ എന്ന മിനിമം ഗ്യാരണ്ടി ഈ സായനത്തെ സാക്ഷി നിർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.